ഹലോ സുഹൃത്തുക്കളെ, ലണ്ടൻ ഡയറീസിൻ്റെ ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ചെറിയൊരു യാത്ര പോവുകയാണ്. അപ്പം ആ ഒരു യാത്രയുടെ വിശേഷങ്ങളും ഞങ്ങൾ അവിടെ കണ്ട കുറച്ച് കാഴ്ചകളുമാണ് ഈ ഒരു എപ്പിസോഡിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ UK എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ കടന്നു വരുന്നതിന് മുമ്പ് ഞങ്ങളുടെയും മനസ്സിൽ UK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ടൗണുകളും അങ്ങനെയുള്ള പട്ടണങ്ങളും മാത്രമാണ് എന്നൊരു ചിന്ത ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇതുപോലെയുള്ള നല്ല മനോഹരമായ കുറേ സ്ഥലങ്ങൾ UKയുടെ പല ഭാഗത്തും ഉണ്ട് എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് UKയിൽ തന്നെ വളരെ പ്രശസ്തമായ ന്യൂ ഫോറസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. അപ്പോൾ ഞങ്ങളിത് പോകുന്നത് ഇവിടുത്തെ ഒരു പ്രശസ്തനായ ഒരു പക്ഷി നിരീക്ഷകൻ്റെ കൂടെയാണ്. അദ്ദേഹം ഇവിടുത്തെ ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഞങ്ങൾ ഇന്ന് ഈ ഒരു ന്യൂ ഫോറസ്റ്റ് ഏരിയയിലേക്ക് പോകുന്നത്. ഈ ന്യൂ ഫോറസ്റ്റ് ഏരിയ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 150 സ്ക്വയർ മൈൽസ് ആണ് അതിൻ്റെ ആ ഒരു വിസ്തൃതി എന്ന് പറയുന്നത്. അപ്പം ആ ഒരു സ്ഥലത്തിൻ്റെ ആ ഒരു ഏരിയയിൽ ഒരു ബ്ലാക്ക് ഗട്ടർ ബോട്ടം എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ സ്പോട്ടിലേക്കാണ് ഞങ്ങൾ ഇന്നത്തെ ഈ ഒരു യാത്ര പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ, ഞങ്ങൾ ആ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു. അപ്പം അടിപൊളി ഒരു സ്ഥലമാണ് ഈ ഒരു ബ്ലാക്ക് ഗട്ടർ ബോട്ടം എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം. പിന്നെ ഈ ന്യൂ ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവൻ കേട്ടപ്പോൾ ഞാനും വിചാരിച്ചു അതിനകത്ത് ഈ ഫോറസ്റ്റ് എന്ന് പറയുന്നൊരു വേർഡ് ഉണ്ടായതുകൊണ്ട് വലിയൊരു തിക്ക് ഫോറസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ കാടുകളെയൊക്കെ പോലെ ഉള്ളൊരു എവർഗ്രീൻ ഫോറസ്റ്റ് ആയിരിക്കും എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചു. പക്ഷേ ഞങ്ങൾ പോയ സ്ഥലം അങ്ങനെ ഒരു വലിയ ഫോറസ്റ്റ് ഒന്നും അല്ല. ഒരുപക്ഷെ അതുപോലെയുള്ള ഫോറസ്റ്റ് വേറെ കാണുമായിരിക്കാം. ഇത്രയും വലിയൊരു വിസ്തൃതിയിലുള്ള ഒരു ഏരിയ അല്ലേ. അപ്പോൾ പല സ്ഥലങ്ങളിലും അതുപോലെ തിക്കായിട്ടുള്ള നല്ല ഡെൻസ് ഫോറസ്റ്റൊക്കെ ഉണ്ടാവാം. പക്ഷേ ഞങ്ങൾ ഇപ്പോൾ പോയേക്കുന്നത് ഇതൊരു ഓപ്പൺ ലാൻഡ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. അപ്പം അതുപോലെ ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്ന പോലെ കണ്ണെത്താ ദൂരത്ത് ഇങ്ങനെ പരന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ പരന്ന് കിടക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഞങ്ങളിപ്പോൾ നടന്നു പോകുന്നത് ചെറിയൊരു താഴ്വാരത്തേക്കാണ്. അപ്പം അവിടുന്ന് പിന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ചെറിയൊരു മൗണ്ടെയിൻ പോലെയാണ്. അപ്പോൾ അതാണ് ഈ ഒരു ഏരിയയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഇവിടുത്തെ ഏറ്റവും എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, നമ്മൾ ഈ താഴോട്ട് ഇറങ്ങിപ്പോയിട്ട് അവിടെ ഒരു നടുക്കായിട്ട് ചെറിയൊരു സ്ട്രീം ഉണ്ടെന്ന് ഞങ്ങളുടെ ഇദ്ദേഹം പറയുകയുണ്ടായി. അപ്പം ആ ഒരു സ്ട്രീം കാണാൻ പറ്റി കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ സമ്മറാണ്, വെള്ളം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ ഒരു സ്ട്രീം കാണാൻ പറ്റി കഴിഞ്ഞാൽ നല്ലതായിരുന്നു. കാര്യം ഇത്രയും ഇത്രയും ഒരു വാസ്റ്റായിട്ട് കിടക്കുന്ന ഒരു ഏരിയയിൽ അതിൻ്റെ താഴെ ഇങ്ങനെ ചെറിയൊരു സ്ട്രീം എന്നൊക്കെ പറയുന്നത് കാണാൻ നല്ല ഭംഗിയുള്ളൊരു കാര്യമായിരിക്കാം. അപ്പോൾ എന്തായാലും ഞങ്ങൾ അങ്ങോട്ടാണ് ഇപ്പോൾ നടന്നു പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് പോലെ നല്ല ഈ പച്ച പുല്ലുകളാണ് നമ്മുടെ തറയിൽ ഇങ്ങനെ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ചെടികൾക്കും മരങ്ങൾക്കും ഒന്നും വലിയ ഹൈറ്റ് ഒന്നുമില്ല. കാര്യം എനിക്കൊന്ന് സൺലൈറ്റ് ആവശ്യത്തിൽ അത് കിട്ടുന്നതുകൊണ്ടാവാം. അപ്പം എന്തോ എനിക്കതിൻ്റെ പ്രത്യേകതകളൊന്നും പറഞ്ഞു തരാൻ അറിയില്ല. എന്നാലും അടിപൊളി മനോഹരമായൊരു സ്ഥലമാണിത്. അപ്പോൾ അദ്ദേഹം ഈ ഒരു സ്ഥലത്തെപ്പറ്റി എനിക്കിങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ ഒരു ബ്ലാക്ക് ഗട്ടർ ബോട്ടം എന്ന് പറയുന്ന ഈ ഒരു സ്പോട്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ ഈ ഒരു ന്യൂ ഫോറസ്റ്റ് ഏരിയയ്ക്ക് ചരിത്രപരമായിട്ട് കുറേ പ്രാധാന്യമുള്ളൊരു സ്ഥലമാണെന്നാണ് ഇദ്ദേഹം പറഞ്ഞു തന്നത്. അതായത് ഈ ന്യൂ ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ റോയൽ ഫാമിലിയുടെ കിങ് വില്യം എന്ന് പറയുന്ന ഇവിടുത്തെ പഴയ ഒരു കിങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരു ഭരണാധികാരിയുടെ ഹണ്ടിങ് ഗ്രൗണ്ട് ആയിരുന്നു. അതായത് അവരുടെ ഒരു നേരം പോക്കിന് വേണ്ടിയിട്ട് മാനിനെയും അതുപോലെയുള്ള വലിയ ജീവികളെയൊക്കെ ഹണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം സെലക്ട് ചെയ്ത ഒരു ഏരിയയാണ് ഈ ഒരു ന്യൂ ഫോറസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഏരിയ. പിന്നെ അതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ചില ഭാഗങ്ങളിൽ വലിയ വൃക്ഷങ്ങളുണ്ടായിരുന്നു ഒരു സമയത്ത്, പണ്ട് കാലങ്ങളിൽ. അപ്പം ആ വൃക്ഷങ്ങളായിരുന്നു ഇവിടുത്തെ റോയൽ നേവിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് വേൾഡ് വാറിൽ ഇവിടുത്തെ ചരിത്രപരമായിട്ടുള്ള ഒത്തിരി പ്രാധാന്യമുള്ളൊരു ഏരിയ ആണ് ഈ ഒരു ന്യൂ ഫോറസ്റ്റ് ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ കുറേ ബോംബിംഗ് റേഞ്ചസും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്.
അതിൻ്റെ താഴേക്ക് ഇങ്ങനെ നടന്നു പോവാണ്. പ്രത്യേകിച്ച് നമുക്ക് കാണാനായിട്ട് ഇതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ ഉള്ളൂ. വലിയ വ്യത്യസ്തമായുള്ള കാര്യങ്ങളൊന്നും ഞാനിവിടെ കണ്ടില്ല. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ക്ലൈമറ്റ് നല്ല സമ്മറാണെങ്കിൽ പോലും അത്യാവശ്യം നല്ല തണുപ്പായിരുന്നു. പിന്നെ നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. പിന്നെ ഈ സൈഡിൽ ഈ കാണുന്നത് പോലെ കുറേ ചെടികൾ, അത് ഇവിടെ ഏത് തരത്തിലുള്ള ചെടികളാണെന്ന് ഞങ്ങൾക്കറിയില്ല. അപ്പോൾ എന്തായാലും ഈ ചെടികളും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പം എനിക്ക് തോന്നുന്നു ഇവിടെ ആൾക്കാർ നടന്നു പോകുന്നത് കൊണ്ടും അതുപോലെ എനിക്ക് തോന്നുന്നു ഈ വെഹിക്കിൾസൊക്കെ മീൻസ് ഈ ഓഫ് റോഡ് വെഹിക്കിൾസൊക്കെ പോകുന്ന റൂട്ടാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ആ ഒരു പാത്ത് അതുപോലെ ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ആക്ച്വലി ഇവിടെ വന്നത് ഈ ഒരു പ്രദേശത്ത് മാനുകളെ കാണാൻ സാധിക്കും എന്ന് കരുതിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ മാനുകളെ കാണാൻ പറ്റുമെന്ന് നോക്കാം. പിന്നെ അതുപോലെ ഈ ഒരു ഓപ്പൺ ഏരിയ ആകുമ്പോഴത്തേക്ക് റാപ്റ്റേഴ്സ്, അതായത് ഈ ഇരപിടിയന്മാർ പക്ഷികളുണ്ടല്ലോ, ഈ നമ്മുടെ ഈഗിൾസ്, കൈറ്റ്സ് അതുപോലുള്ള പക്ഷികളൊക്കെ കാണാൻ സാധ്യതയുള്ളൊരു മേഖലയാണ്. അപ്പം അതിനെയൊക്കെ ഇവിടെ കാണാൻ സാധിക്കുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, പറ്റുമെങ്കിൽ അതിനെക്കുറിച്ച് നല്ല ചിത്രങ്ങൾ പകർത്താമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഞങ്ങൾ 3 പേരുണ്ട്. ഈ വീഡിയോ എടുക്കുന്ന ഐറിനാണ്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇദ്ദേഹം ഇവിടുത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേരത്തെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്ത ഒരു വ്യക്തിയാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ ഹാംഷെയർ ഓർണിത്തോളജിക്കൽ സൊസൈറ്റിയുടെ ഒരു അവിടുത്തെ ഒരു ഭാരവാഹിയും ഒക്കെയാണ്. അപ്പോൾ നമ്മളൊരു ബേർഡ് വാച്ചറാണെന്ന് അറിഞ്ഞപ്പോൾ ഇദ്ദേഹം എന്നെ കൊണ്ട് കുറേ സ്ഥലങ്ങളിൽ പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് വരുന്ന എപ്പിസോഡുകളിൽ ഞങ്ങൾ ഇടുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങൾ ഏകദേശം ആ ഒരു സ്ട്രീമിൻ്റെ അടുത്തെത്തി. പക്ഷേ ഈ കാണുന്ന ഈ ഒരു ചെറിയ സ്ട്രീം അല്ല ഇദ്ദേഹം പറഞ്ഞ ഒരു സ്ട്രീം, അതിന് തൊട്ടപ്പുറത്താണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും സമ്മറായതുകൊണ്ട് വലിയ വെള്ളമോ കാര്യങ്ങളൊന്നും കാണണമെന്നില്ല. എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇത് കണ്ട നാട്ടിൽ നമ്മുടെ വയലില്ലേ, ഞങ്ങളുടെയൊക്കെ നാട്ടിൽ കാണുന്ന വയലിൻ്റെ അതേ ഒരു രീതിയാണ്. അപ്പോൾ ഇതാണ് ഈ കാണുന്നതാണ് അദ്ദേഹം പറഞ്ഞ ഒരു സ്ട്രീം എന്ന് പറയുന്നത്. ആക്ച്വലി ഈ ബ്ലാക്ക് ഗട്ടർ ബോട്ടം എന്ന് നമ്മൾ ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ കാണുന്ന ഈ ഒരു ഏരിയയുടെ ഫോട്ടോയാണ് ഗൂഗിൾ ഇമേജസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി ഒരു കാഴ്ചയായിരുന്നു ഇത്. കാര്യം ഇങ്ങനെ പരന്ന് കിടക്കുന്ന അല്ലെങ്കിൽ കണ്ണെത്താ ദൂരത്ത് ഇങ്ങനെ പരന്ന് കിടക്കുന്ന ഈ ഒരു ലാൻഡ്സ്കേപ്പിൽ ഈ ഒരു സ്ഥലത്ത് നടുക്ക് ചേറിയ ഒരു സ്ട്രീം സാധാരണ നമ്മൾ ഈ ചിത്രങ്ങളിലൊക്കെ കാണുന്ന പോലെയുള്ള ഒരു സൈറ്റായിരുന്നു. എന്തായാലും അടിപൊളിയാണ്. അപ്പം ഞങ്ങൾ ചെറുതായിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു വടി ഉണ്ടായിരുന്നു. ആ വടിയിട്ട് അതിൻ്റെ ആഴമൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു. പക്ഷെ വലിയ ആഴമൊന്നുമില്ല. പിന്നെ ഞാനിവിടെ വല്ല മത്സ്യങ്ങളുണ്ടോ എന്നൊക്കെ നോക്കിയായിരുന്നു. പക്ഷെ ഒന്നിനെ കാണാൻ സാധിച്ചില്ല. എന്താണെന്നറിയില്ല, ഒരു പക്ഷേ ഈ ഒരു വെള്ളത്തിന് സലൈനിറ്റിയുടെ പ്രശ്നങ്ങളോ ഒക്കെ ആയിരിക്കാം. ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചായിരുന്നു. അപ്പോൾ അദ്ദേഹവും പറഞ്ഞത് ചിലപ്പോൾ അതുകൊണ്ടാവാം, സലൈനിറ്റിയുടെ പ്രശ്നങ്ങൾ കൊണ്ടാവാം എന്നാണ് അദ്ദേഹവും പറഞ്ഞത്. അങ്ങനെ എന്തായാലും ഞങ്ങൾ പ്രതീക്ഷിച്ച ആ ഒരു സ്ട്രീം ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ ഞങ്ങൾ എന്തായാലും തിരിച്ച് നടന്നു പോവുകയാണ്. അപ്പോൾ ഈ ന്യൂ ഫോറസ്റ്റ് ഏരിയയുടെ കുറച്ച് പ്രത്യേകതകളും കൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ ന്യൂ ഫോറസ്റ്റ് ഏരിയയിൽ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് മാനുകളെയും ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. അതിലുപരി ഇവിടുത്തെ ഏറ്റവും എടുത്തു പറയേണ്ടുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ കുറേ ഈ ഫോറസ്റ്റ് പോണീസ് ഉണ്ട്. അതായത് നമ്മുടെ ഒരു കുതിരയുടെ ചെറുതില്ലേ, അപ്പം കുതിരയുടെ ചെറുതായിരിക്കത്തില്ല, ഇത് പോണീസ് എന്ന് പറയുന്നത് നമ്മുടെ കുതിരകളെ തന്നെ ആവാം. അപ്പം ഈ കുറേ കുതിരകളെ നമുക്ക് ഇതിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് കാണാൻ സാധിക്കും. ഏകദേശം 3000-ൽ കൂടുതൽ കുതിരകൾ ഇവിടെ ഈ ഒരു ന്യൂ ഫോറസ്റ്റ് ഏരിയയിൽ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം അതിൻ്റെ പിന്നിലെ ചരിത്രകാരന്മാർ പറയുന്നത് ആക്ച്വലി ഈ ഒരു ഏരിയ ഒരു കാലത്ത് ഇവിടെ ജനങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നൊരു മേഖലയായിരുന്നു. അപ്പോൾ ഈ കിങ് വില്യംസ് എന്ന് പറയുന്ന ഈ ഒരു ഭരണാധികാരി അദ്ദേഹത്തിൻ്റെ ഹണ്ടിങ് റേഞ്ച് ആക്കാൻ വേണ്ടിയിട്ടും
അതിനു മുമ്പ് ഉള്ള ഭരണാധികാരികളൊക്കെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഏരിയയിൽ താമസിച്ചുകൊണ്ടിരുന്ന ആൾക്കാരെ ഇവിടുന്ന് പുറത്താക്കിയിട്ട് അവർക്ക് അവരുടെ കാറ്റിൽസിനെയും അതുപോലെ അവരുടെ ഈ ഹോഴ്സിനെയും ഒക്കെ ഈ ഒരു ന്യൂ ഫോറസ്റ്റ് ഏരിയയിൽ എപ്പോൾ വേണമെങ്കിലും അവർക്ക് മേയാനുള്ള അല്ലെങ്കിൽ അവർക്ക് ഫുഡ് തേടാനുള്ള ഒരു പെർമിഷൻ ഈ ജനങ്ങൾക്കെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ്, അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും ഹോഴ്സിനെ കാണാൻ സാധിക്കുന്നത് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. അത് സാധാരണ കാണുന്നവർ വിചാരിക്കും അത് കാട്ടുകുതിരയാണ്, പക്ഷേ അങ്ങനെയല്ല. ഇവിടുത്തെ കുതിരകളിലൊക്കെ മിക്ക കുതിരകളുടെയും ശരീരത്തിൽ ഓരോ ഐഡൻറ്റിഫിക്കേഷൻ മാർക്കൊക്കെ ഉണ്ട്, നമ്പറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതായത് ഈ ഒരു ഏരിയയിൽ ചുറ്റിപ്പറ്റി താമസിക്കുന്ന ആൾക്കാരുടെ കുതിരകളൊക്കെയാണ്. അതുപോലെ ഈ കാലികളും പശുക്കളും ഒക്കെ അവരുടെയാണ്. അപ്പോൾ എന്തായാലും ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം നമ്മുടെ കേരളത്തിൻ്റെ ആ ഒരു പ്രകൃതി തന്നെയാണ്. കേരളത്തിലെ പശുവും അതുപോലെയുള്ള സ്ഥലങ്ങളുമൊക്കെ ഇങ്ങനെ കാണാൻ സാധിക്കും. UK-യിലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളൊരു കാര്യം സത്യത്തിൽ എനിക്കിവിടെ നേരിട്ട് വന്നപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ പലരും ചിന്തിക്കും UK-യിൽ ഇതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നോ എന്ന്. അപ്പോൾ ആക്ച്വലി ഞങ്ങളുടെ യാത്രകളെല്ലാം കൂടുതലും ഇതുപോലെയുള്ള സ്ഥലങ്ങളിലേക്കാണ്. ഇനി വരുന്ന എപ്പിസോഡ്സിലും ഞങ്ങൾ ഇതുപോലെയുള്ള സ്ഥലങ്ങളുടെ വീഡിയോസൊക്കെ ആയിരിക്കും ഞങ്ങൾ ഇടുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. UK-യിലെ ഇതുപോലെയുള്ള അധികമാരും കാണാത്ത കാഴ്ചകളും സ്ഥലങ്ങളും അവിടുത്തെ പ്രത്യേകതകളുമൊക്കെ ഞങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു ചാനലിലൂടെ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു യാത്ര ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങളെന്തായാലും തിരിച്ച് നടന്നു പോവുകയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ഏരിയ മൊത്തം കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇദ്ദേഹം ഇവിടുത്തെ കുറേ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പം ആ ഒരു ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോടിപ്പം ഷെയർ ചെയ്തത്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം നിങ്ങളിതുവരെ ഈ ഒരു വീഡിയോ കണ്ടതിൽ. അപ്പോൾ ഇനി ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഇനി വരുന്ന എപ്പിസോഡ്സിൽ ഞങ്ങൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ആയിരിക്കും മിക്കവാറും യാത്ര. കാര്യം ഇദ്ദേഹം ഞങ്ങളെ കുറേ സ്ഥലങ്ങളിൽ കൊണ്ടുപോകാമെന്ന് ഞങ്ങൾ പ്രോമിസ് ചെയ്തിരിക്കുകയാണ്. അപ്പം ആ എപ്പിസോഡ്സ് എല്ലാം അല്ലെങ്കിൽ ആ യാത്രകളെല്ലാം ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇനി വരുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾ കാണണം. ഞങ്ങൾ ഇന്നിവിടെ വന്നിട്ട് ഞങ്ങൾക്ക് കുതിരകളെയോ അല്ലെങ്കിൽ ഈ മാനിനെയോ ഒന്നും കാണാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് ആക്ച്വലി ഈ ഒരു വീഡിയോ ഈ ഒരു ചാനലിൽ ഞങ്ങൾ ഇടുന്നത്. ഇൻ കേസ് ഞങ്ങൾക്ക് ഇതുപോലെ കുതിരകളെയോ അല്ലെങ്കിൽ മാനിനെയോ അല്ലെങ്കിൽ ബേർഡ്സിനെയൊക്കെ കിട്ടിയിരുന്നുവെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും വിങ്ഡ് വണ്ടേഴ്സ് എന്ന് പറയുന്ന ഞങ്ങളുടെ അതിനു വേണ്ടിയുള്ള ചാനലിലേക്ക് ഇട്ടേനെ. പക്ഷേ ഒന്നിനെ കാണാൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോ ഈ ഒരു ലണ്ടൻ ഡയറീസ് എന്ന് പറയുന്ന ഈ ഒരു ചാനലിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇതുവരെ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. എന്തായാലും ഇനി വരുന്ന എപ്പിസോഡ്സ് എല്ലാം ഇതുപോലെയുള്ള യാത്രാവിശേഷങ്ങളായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.